ആമിക്കുട്ടി എന്നിട്ട് മുടി എന്നിട്ട് ഒന്ന് സ്റ്റൈലൊന്ന് കാണിച്ചേ തട്ടിട്ടെ. നേരത്തെ കാണിച്ച മാതിരി വേണ്ട. ഓക്കെ. ആമിക്കുട്ടി ഇപ്പൊ എങ്ങോട്ട് പോണേ? അറിയില്ല. അറിയില്ല എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഏവാ ഇങ്ങോട്ട് പോണേ? ജബൽ ജയ്സ്. ജബൽ ജയ്സ്. അവിടെ ആരുള്ളേ? അവിടെ സൂര്യാസ്തമയം കാണാൻ പോകും. ഒറ്റയ്ക്കാ പോണേ? അല്ലല്ല, എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആമിക്കുട്ടി മാത്രം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ, വാ പോവാ. ആമിക്കുട്ടി ആരൊക്കെ ടീം? നമ്മള് അച്ചാച്ചനും അമ്മയും. ഓക്കെ. പിന്നെ ഓ മൈ ഗോഡ്, ഗുഡ് ടീം, ഗുഡ് ടീം, ഗുഡ് സെലക്ഷൻ. സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് എടുത്തതിന് നന്ദി കേട്ടാ. അപ്പൊ നടക്ക്, വേഗം നടക്ക്, വേഗം നടക്ക്, വേഗം നടക്ക്. നമ്മളെവിടുന്ന് വന്നേ? താഴത്തുനിന്ന് ഒറ്റത്തുനിന്നാ ഞങ്ങൾ വന്നത് അല്ലേ? ഇതിലെ കയറി ഇതിങ്ങോട്ട് വന്ന് ആ വഴി കൂടെ ഇങ്ങനെ വന്ന് എങ്ങിട്ട് അങ്ങട്ടാ ഇങ്ങോട്ട് നമ്മള് അങ്ങനെ പതുക്കനെ കയറി വന്ന. മോളെ ഇങ്ങോട്ട് പോയിണ്ടായിരുന്നേ? ബാത്റൂമിൽ പോയില്ല. അച്ഛന് ജാക്കറ്റ് ഊരി തന്ന ബാത്റൂമിൽ പോയില്ലേ മോള്? അച്ഛനും അമ്മയും വരുന്നു. ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടുകാരൻ വരുന്നല്ലോ, കണ്ടാ? ആടല്ല, കഴുത. വരുന്നു കഴുത. വാ, ഇനി ഇതിന്റെ മുകളിലേക്ക് പോവാണ്ട്. പോവാ, കഴുത വരുന്നു. വെള്ളം കുടിക്കാൻ വന്ന ഡോങ്കി ആയിരുന്നു അത്. എല്ലാരും തെറ്റിദ്ധരിച്ചു. വെള്ളം കുടിച്ചോട്ടെ പാവം. അല്ല അമ്മിയെ, ക്യാരറ്റ് കൊടുക്കാനില്ലേ? ഞാൻ വിചാരിച്ചു ഈ ക്യാരറ്റ് കൊടുക്കാന്ന്. ഇവിടെ ക്യാരറ്റ് പക്ഷെ വെള്ളം കുടിക്കടി. ഇപ്പൊ ഓടിപ്പോ. അമ്മി സൂര്യാസ്തമയം കാണാൻ വന്നിട്ട് കണ്ടാ? ദേ പോണു സൂര്യൻ അവിടെ ഉണ്ട്. ആ ശരിതായി കാണുന്നുണ്ട് കേട്ടാ. കണ്ടില്ല എന്ന് മാത്രം പറയാതെ. അതിൻ്റെ വരെ അവിടം വരെ, ആ ചെക്ക് പോസ്റ്റ് വരെ. എന്തിട്ട് ആലോചിക്കണേ? പിസ്തയോ? അതാണ് ഇപ്പൊ നീ കണ്ടുപിടിച്ചതാക. ജബൽ ജയ്സിൽ വന്ന് കണ്ടുപിടിച്ചത് ആകെ പിസ്ത കഴിച്ചത്. എന്റെ മോളെ അച്ചാച്ചന്റെ മമ്മിയാ. ഡെക്ക് പാർക്ക് വരുന്ന വഴിയില്ല കണ്ടത്. ഇത് നോർമൽ പാർക്ക്. അച്ചാച്ചന്റെ മമ്മിയാ. അച്ചാച്ചന്റെ മമ്മി അങ്ങോട്ട് പോണുണ്ട്. ഒരു 10,000 അടി ഉയരത്തില്ലേ ഇത്? യു എയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേസ് ആണ് മോളെ. ഓ മൈ ഗോഡ്, പോവാ. അങ്ങനെ ആമിക്കുട്ടി ഫോട്ടോ സെക്ഷനിൽ ഉറങ്ങിപ്പോയി. ക്യാമറമാൻ കുട്ടി ഉറങ്ങിപ്പോയിട്ടോ. ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, കുട്ടി ഉറങ്ങിപ്പോയി. കുട്ടി കണ്ണോർക്കൂ, ഫോട്ടോ എടുക്കട്ടെ. ക്യാമറ എടുക്കാൻ പഠിച്ചാ? അതായത് ഇത്ര അധികം ഫോട്ടോസ് എടുത്തിട്ട് ഇപ്പോഴാണ് രേവ 2 ക്ലിക്ക് ചെയ്ത്. രേവട്ടി നിന്നിട്ടില്ല, ആമിക്കുട്ടി നിന്നു, രേവട്ടി നിന്നിട്ടില്ല. പോവാ, വാ. രേവ അങ്ങനെ ജബൽ ജയ്സിനോട് വിട പറയല്ലേ? ജബൽ ജയ്സ്. ഫുഡ് കഴിക്കണം, ചായ കുടിക്കണം. ഇവിടെ അടുത്ത റെസ്റ്റോറന്റ് ഒന്നുമില്ല. താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം.
ദേവ പറഞ്ഞ പോലെ എവിടെ നിർത്താൻ ഇറങ്ങി? മസാല ദോശ. മസാല ദോശ എവിടെ? നമ്മുടെ സസ്യയില്. സസ്യ നവ നടക്ക്. അച്ഛനമ്മയൊന്നുമില്ല? ബാക്കിലുണ്ട്. ഏവാ ചാച്ചന് നല്ല സുഖ ആമിയുള്ള കാരണം ഒരു ദൂരം കൊടുത്തല്ലേ. ഫുഡ് കിട്ടാത്ത കാരണം കഷ്ടം വെച്ചിരിക്കുകയാണ് ആമി. എന്നിട്ട് ആമി ഓർഡർ ചെയ്തേ? ഓ ഇതാണ് ആമി ഓർഡർ ചെയ്തത്, കൂൺ ടൈപ്പ് നെയ് റോസ്റ്റ്. ഏവാ ഞാനൊക്കെ വെറൈറ്റി സാധനം ഓർഡർ ചെയ്തേ. ഗോളാകൃതിയിലുള്ളൊരു സാധനം. ഞാനും അച്ഛനും അമ്മയൊക്കെ ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കോള പൂരി ടൈപ്പ് സാധനമാണ്. അങ്ങനെ ആമിയുടെ തൊപ്പി ദോശ എത്തിയിരിക്കുകയാണ്. തൊപ്പി ദോശ. തൊപ്പി കഴിക്കുകയാണെന്ന് പറയണേ. ആമി അച്ഛനെ തരില്ല, നമ്മുടെ ടീമല്ലേ. തൊപ്പി അച്ഛനെ തരില്ല. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. വേണ്ടടി കഴിച്ചോ. അങ്ങനെ നമ്മുടെ പൂരി വന്നിട്ടാ. ചെറുതാണ്. രവിക്ക് ചെറിയ പൂരി വേണം. ചെറുതായതുകൊണ്ട് രവിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത്രയും വലുപ്പമുണ്ട്. തൊട്ടാവാടിയാണോ അപ്പൊ? അങ്ങനെ പൊട്ടിക്കാൻ പോകണം. ആ പൊട്ടി ഓൾറെഡി നല്ല ആവി വന്നിട്ട് രവാ. ആമിക്ക് വേണം അതെ? വേണ്ട. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ രേവ എന്നിട്ട് എത്തിച്ച് നോക്കണേ അറിയോ? എന്നിട്ട് രേവ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ കുറച്ച് പൂച്ച പ്രസവിച്ചെടുക്കണ്ട. 4 പാല് പിടിക്കാൻ. ചേട്ടാ പോട്ടെ. അമ്മി ഇഷ്ടായ? ഇന്നത്തെ ഈവനിങ് വ്ളോഗ് പൂച്ചക്കുട്ടികളെ കൂടെ അവസാനിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ until then we are signing off. ബൈ.